ബെൽറ്റ് എന്ന അപൂർവ ബഹുമതിയും നേടിക്കഴിഞ്ഞ ഹരിത പരിശീലക എന്ന നിലയിലും തിളങ്ങുകയാണ്. ഇത്രയും പ്രായം കുറഞ്ഞ കരാത്തെ പരിശീലക കേരളത്തിൽ ഉണ്ടാവില്ല. 10ാം വയസ്സിൽ തുടങ്ങിയതാണ് പരിശീലനം. കരാത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് ഹരിതയുടെ സിദ്ധാന്തം. അങ്ങനെ ചെയ്താൽ പ്രതിസന്ധിയിൽ പതറിപ്പോവില്ല. ഉദാഹരണത്തിന് പെൺകുട്ടികൾ റാഗിങ്ങിന് ഇരയായെന്ന് കരുതുക. നേരിടാൻ ഇതുപോലുള്ള തന്ത്രങ്ങളും സിലബസിലുണ്ട്. എന്നാൽ ഒരാളെ പോലും ആക്രമിക്കാനല്ലത്, പ്രതിരോധിക്കാൻ മാത്രമുള്ളതാണ്. ഇതിനകം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നൂറുകണക്കിന് ശിഷ്യന്മാരും ശിഷ്യകളും ഉണ്ടായി കഴിഞ്ഞു ഹരിതയ്ക്ക്. ജപ്പാൻ, അമേരിക്ക, ഇംഗ്ലണ്ട്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചു. രാജ്യത്തിനകത്തും പുറത്തും നിന്ന് ഒട്ടേറെ പുരസ്കാരങ്ങളും നേടി. 2006 ജപ്പാനിലെ ഒക്കിനാവയിൽ നിന്ന് ഹൻഷി കിയോയുടെ ഷിൻജാണ് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ. എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് ആ മാസ്റ്ററാണ് തന്നത്. പോരാതെ കൊബിഡോയിലും എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട്. ഹൻഷി നാനോബു ആഗോണാണ് എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് തന്നത്. 2008 ജാർഖണ്ഡിൽ വെച്ച് നടന്ന 22ാമത് AIKF ടൂർണമെന്റിൽ പങ്കെടുത്ത് ഫൈറ്റിങ്ങിൽ ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. പോരാതെ 2010 ശ്രീലങ്കയിൽ വെച്ച് നടന്ന ടൂർണമെന്റിൽ കത്തയിലും കുമിത്തയിലും ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. വനിതാ പരിശീലകയെ കിട്ടിയതിന്റെ ആഹ്ലാദത്തിലാണ് പെൺകുട്ടികൾ. കരാത്തെ പഠനം ജീവിതത്തോടുള്ള സമീപനം തന്നെ മാറ്റിക്കളഞ്ഞുവെന്ന് വിദ്യാർത്ഥിനികൾ പറഞ്ഞു. ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം ലൈഫിൽ വന്നാലും, ഇപ്പം വിഷമമുള്ള ഘട്ടമാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ചാലഞ്ച് ആയാലും അത് നന്നായി നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. നന്നായി നേരിടാൻ വേണ്ടി പറ്റും. പിന്നീട് കരാട്ടെ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ കരുത്തരാവുക എന്നത്. പിന്നെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ കരാട്ടയിൽ ഓരോ എക്സസൈസും നമ്മളെ ഫിസിക്കലി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കരാത്തെ മാസ്റ്റർ ഷിഹാൻ KV മനോഹറിന്റെയും റോജയുടെയും മകളാണ് ഹരിത. സഹോദരൻ രോഹിത്തും കരാത്തെ പരിശീലകനാണ്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. രാജ്ഭവനിൽ ഗവർണറുടെ വിരുന്നുകാരായ